ഞായറാഴ്ച അല്ല ഇത്. This is the last week, last Sunday of the month of August. ഇത് ഓഗസ്റ്റ് മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ചയാണ്. ഓരോ മാസവും ഓരോ ആഴ്ചകളും നമ്മെ വിട്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മെ നിലനിർത്തി. ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ പലതരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നാം ഇടപെട്ടു. ദൈവത്തിന്റെ വലിയ കൃപ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. നാമായിരുന്ന ഇടങ്ങളിൽ ദൈവം നമ്മെ സഹായിച്ചു. അവന്റെ കൃപ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും പ്രത്യാശയോടും കൂടി കടന്നു വരുവാൻ ഒരവസരം കൂടി കർത്താവ് നമുക്ക് നൽകി തന്നു. ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ നമുക്ക് ഓർക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളെ ഒന്നും മറന്നു പോകരുത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത്, ഉപകാരങ്ങളെ ഓർത്ത്, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ പ്രവൃത്തികളെ ഓർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോട് ദൈവസന്നിധി കടന്നു വരാം. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളും യാത്ര ചെയ്തു. ദൈവത്തിന്റെ കൃപ അത്ഭുതകരമായ വിധത്തിൽ ഞങ്ങളോട് കൂടെ ഇരുന്നു. സൗഖ്യത്തോടെ പോകുവാനും സൗഖ്യത്തോടെ മടങ്ങി വരുവാനും ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് തിരുനാമത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് സഭായോഗം ആരംഭിക്കാം. Hallelujah, praise the name of Jesus. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ദൈവസന്നിധി കടന്നു വരുന്നു. ഈ ഓഗസ്റ്റ് മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ചയിൽ കർത്താവേ, ഈ വർഷത്തിന്റെ 8 മാസവും ദൈവത്തിന്റെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞ് അത്ഭുതകരമായി അവിടുന്ന് ഞങ്ങളെ വഴി നടത്തി ദൂതന്മാരുടെ കാവൽ പരിപാലനം നൽകി തന്ന് അവിടുന്ന് ഞങ്ങളെ സൂക്ഷിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ പോയ വഴികളിലൊക്കെയും അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടിയിരുന്നു, ഞങ്ങളെ സഹായിച്ചു. ദൈവം ഞങ്ങളെ നിലനിർത്തിയതിനാൽ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ, ഞങ്ങളുടെ ആരാധനയിൽ കടന്നു വന്ന് സകലതും ചന്തമായും ഉചിതമായും തീർക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിൽ പാടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനത്തിൽ കൂടി സംസാരിക്കുവാൻ കർത്താവ് അവിടുത്തെ ഭക്തന്മാരെ ദൈവം അധികാരപ്പെടുത്തണമേ. ദൈവത്തിന്റെ സന്ദേശം ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അല്പം കൂടി ദൈവത്തോട് അടുത്തു വരുവാൻ അതിടയാകേണ്ടുന്നതിന് ദൈവം തന്നെ ഞങ്ങളോട് സംസാരിക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആരംഭം മുതൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ ഹിതപ്രകാരം പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരം സഭയിലേക്ക് നടക്കുവാൻ ഈ ആരാധനയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവോട് കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവസന്നിധിയിൽ പാട്ടുകളെ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. Sister Elsie will lead some of the song today, and നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ ഈ ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കാം. സ്തുതി സ്തുതിയൻ മാനാമേ, സ്തുതി സ്തുതിയൻ നാഥനേ, നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മാനാമേ, പാടുക നീ എന്നും മാനാമേ, നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മാനാമേ, പാടുക നീ എന്നും മാനാമേ. അമ്മയെ പോലെ നാഥൻ താലോലിക്കും
കഷ്ടങ്ങളേറിയിലും എനിക്കേറ്റമടുത്ത തുണയായി ഓരവൈരിയിൻ നടുവിലവൻ ദേശനാവു കൊരുക്കിയല്ലോ കൊരുക്കിയല്ലോ സ്തുതി സ്തുതിയൻ മനമേ സ്തുതികളിലുന്നതനെ നാഥന്മാർ തോറും ചെയ്ത നന്മകളോട് പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ ഭാരത്താൽ വലഞ്ഞിലും തീരാരോഗത്താൽ അലഞ്ഞിലും ഭാരത്താൽ വലഞ്ഞിലും തീരാരോഗത്താൽ അലഞ്ഞിലും തന്നിടും നീ രോഗസൗഖ്യം തന്നിടും നീ രോഗസൗഖ്യം സ്തുതി സ്തുതിയൻ മനമേ സ്തുതികളിലുന്നതനെ നാഥന്മാർ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ സിംഹങ്ങളാണലിമേലും ബാലസിംഹങ്ങൾ പേരും പാമ്പുകൾ സിംഹങ്ങളാണലിമേലും ബാലസിംഹങ്ങൾ പേരും പാമ്പുകൾ തലം വേദിച്ചിരുന്നു നീ ജയം നേടിടും അവയിൽ നീ ജയം നേടിടും സ്തുതി സ്തുതിയൻ മനമേ സ്തുതികളിലുന്നതനെ നാഥന്മാർ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ സങ്കേതവും കോട്ടയും സഹായശൈലമവൻ സങ്കേതവും കോട്ടയും കരുണ ബഹുലമാവോ കരുണ ബഹുലമാവോ സ്തുതി സ്തുതിയൻ മനമേ സ്തുതികളിലുന്നതനെ നാഥന്മാർ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ. Praise God. Hallelujah. തിരുകരത്താൽ
കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. താഴ്വരയിൽ നിൻമൊഴികൾ താഴ്വരയിൽ നിൻമൊഴികൾ തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ആഴിയാതിൽ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ ആഴിയാതിൽ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എന്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുമേ അവനമതിൽ. എന്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുമേ അവനമതിൽ. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകാനാൻ ദേശമതേ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകാനാൻ ദേശമതേ.
കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത്. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്, ആത്മാർത്ഥതയിൽ നിന്ന് നമുക്ക് ഇന്ന് ദൈവത്തോട് പറയുവാൻ കഴിയും, കർത്താവേ, അവിടുത്തെ കരുത്തിൽ എന്നെ വഹിച്ച് അവിടുത്തെ ഹിതം പോലെ എന്നെ നടത്തി. ഒരു കുശവന്റെ അവന്റെ ആ പണിപ്പുരയിൽ ഒരു വസ്തുവിനെ പണിഞ്ഞ് എടുക്കുന്നത് പോലെ നമ്മെയും ദൈവത്തിന്റെ കരത്തിൽ ഒരു അത്ഭുത വിഷയമാക്കി പണിഞ്ഞെടുക്കുവാൻ ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് വേണ്ടി ജീവൻ നൽകി, നമുക്ക് ഒരു കണ്ണിന് നമ്മോട് ദയ തോന്നാതിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് നമ്മെ രക്ഷിച്ച ദൈവത്തിന്റെ ആ രക്ഷയുടെ പദ്ധതികളെ നാം അനുഭവിക്കുമ്പോൾ അത് നിമിത്തം നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരിക്കുന്നല്ലോ. നമുക്കൊരു പാട്ട് കൂടി പാടാം. ഇതിനോട് ഏകദേശം ബന്ധപ്പെട്ട ഒരു പാട്ട് തന്നെയാണ്. യേശു, എൻ്റെ യേശു എനിക്ക് നല്ലവൻ, കാൽവരി ക്രൂശിൽ അവൻ മരിച്ചു, നമ്മെ രക്ഷിച്ചു, മുൻമുടി ധരിച്ചു, വേദന സഹിച്ച്, കഴിഞ്ഞ പാട്ടിൽ നാം പാടിയതുപോലെ തന്നെ നമ്മെ രക്ഷിക്കുവാൻ ദൈവത്തിന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഈ പാട്ട് പാടുമ്പോൾ നമുക്കിതിന്റെ ലൈനുകളൊക്കെ ധ്യാനിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ സമ്പൂർണമായി സമർപ്പിച്ച്, ഒരു പാട്ട് വെറുതെ പാടുന്നത് പോലെയല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലുണ്ടായി കർത്താവിന്റെ രക്ഷയെ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് പാടാം. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ യോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ യോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ യോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ദിവ്യസ്നേഹത്തിനുറവിടമേ അവനാഗ്യനും അന്ത്യനുമേ. ദിവ്യസ്നേഹത്തിനുറവിടമേ വാനിനായിരത്തെ
അതിശ്രേഷ്ഠനാമൻ തുല്യനാം വന്ദ്യനാം നായകൻ ആദിനായിരത്തിൽ അതിശ്രേഷ്ഠനാമൻ തുല്യനാം വന്ദ്യനാം നായകൻ എന്റെ യേശുവേ എനിക്കു നല്ലവൻ അവനെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ മരുഭൂയാത്രയാതി കഠിനം പ്രതികൂലങ്ങൾ അനുനിമിഷം മരുഭൂയാത്രയാതി കഠിനം പ്രതികൂലങ്ങൾ അനുനിമിഷം പകൽ മേഘസ്തംഭം രാത്രിയാക്കിത്തുണ എന്നെ അനുദിനം വഴി നടത്തും പകൽ മേഘസ്തംഭം രാത്രിയാക്കിത്തുണ എന്നെ അനുദിനം വഴി നടത്തും യേശുവേ എനിക്കു നല്ലവൻ അവനെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ
worship you, God. We worship you, Jesus. Hallelujah, hallelujah. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വാസമായിട്ടുണ്ട്. നാം പാടിയതുപോലെ ആപത്തുകളിൽ, പ്രയാസങ്ങളിൽ, വലിയ വിപത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വേളകളിൽ നമ്മെ ഒരിക്കലും കൈവിടാതെ നമ്മോട് കൂടിയിരുന്ന് നമുക്ക് നല്ലവനായിരിക്കുന്ന ഒരു ദൈവം നമുക്ക് മതിയായവനാണ്. ആ ദൈവം കഴിഞ്ഞ അനേക വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ജനനം മുതൽ ഇന്ന് വരെയും ഒരു പ്രതികൂലങ്ങളിലും നമ്മെ കൈവിടാതെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമുക്ക് മതിയായവനായി. നമുക്ക് പ്രയാസങ്ങൾ വന്നില്ല എന്നല്ല, നമുക്ക് പ്രയാസങ്ങൾ വന്നിട്ടുള്ളപ്പോഴൊക്കെയും അവൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ വിധത്തിലുള്ള പ്രതികൂലങ്ങൾക്കും മതിയായവനായിരുന്നു. അതിന്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ നമ്മുടെ ക്ലേശങ്ങൾ മാറ്റി, നമ്മുടെ പ്രതികൂലങ്ങളെ മാറ്റി, അവൻ നമ്മുടെ കഷ്ടതകളെ മാറ്റി, അവൻ നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചു. അവൻ രാജാവായി വീണ്ടും വരുന്ന അപ്രത്യാശയാൽ നമ്മുടെ ജീവിതങ്ങളെ നിറച്ചത്രയോ വലിയവനായ ഒരു ദൈവമാണ് നമ്മുടെ രക്ഷകൻ. ഇന്ന് നാം ആ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ സമ്പൂർണമായി ദൈവത്തിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം. നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും ആവശ്യങ്ങൾ കർത്താവിൽ കൂടി സാധിച്ചെടുക്കുവാനല്ല, ദൈവത്തിന്റെ സന്നദ്ധിയിൽ സ്ഥിരമാനസനായി ഏത് സാഹചര്യത്തിലും ഉറച്ചു നിന്ന് കർത്താവിനെ സേവിക്കുന്നവരായി നാം മുൻപോട്ട് പോകുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ള എല്ലാവർക്കും ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുവാനുള്ള സമയമുണ്ട്. അതിനായിട്ട് നമ്മെ തന്നെ ഒരുങ്ങി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. Praise God. Hallelujah. Thank you, Jesus. We praise you, God. Hallelujah. സ്നേഹവാനായ ദൈവമേ, സ്തുതിക്കപ്പെട്ടവേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തുവിലേക്ക് കടന്നു വന്ന അങ്ങയുടെ മുഖത്തേക്ക് കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവിടെ ഞങ്ങളെ പരിപാലിച്ച് സൂക്ഷിച്ചു. കർത്താവേ, ഈ മാസത്തിന്റെ ആദ്യം മുതൽ ഈ അവസാന ദിവസം വരെ അവിടുത്തെ തിരുക്കരങ്ങളിൽ ഞങ്ങളെ കർത്താവേ, ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ, ഞങ്ങൾ വാഹനത്തിലായിരുന്നപ്പോൾ കർത്താവേ ഞങ്ങളെ താങ്ങി നടത്തി ആയുസ്സോടെ ആരോഗ്യത്തോടെ ഈ രാവിലെ സമയം കർത്താവേ അങ്ങയുടെ പാദപീഠത്തിലായിരുന്നു കൊണ്ട് അങ്ങയുടെ സിംഹാസനത്തിലേക്ക് നോക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠവുമായിരിക്കാതെ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്ന ഞങ്ങളെ അവിടുന്ന് മനസ്സിലിഞ്ഞ് ഞങ്ങളോട് കരുണ തോന്നുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യാതൊരു സമയം അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തായ ഉപകാരങ്ങളെ ഓർക്കുവാൻ, അവിടെ ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തെ ഓർക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമാക്കി. ഹല്ലേലൂയ. ഞങ്ങളുടെ പാപങ്ങൾക്കും ഞങ്ങളുടെ രോഗങ്ങൾക്കും കർത്താവേ മതിയായവനായ ക്രിസ്തു അവസാനത്തിന്റെ രക്തം വരെ ഞങ്ങൾക്ക് വേണ്ടി തന്നല്ലോ. ഞങ്ങളെ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തല്ലോ. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ പദവിക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങളെ സ്നേഹിച്ച വലിയ സ്നേഹത്തിനായി സ്തോത്രം സ്തോത്രം. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അധികാരം ഞങ്ങൾക്ക് തന്നിരിക്കാനും സ്തുതിക്കുന്നു. കർത്താവേ, വിശുദ്ധിയിൽ വലിയവനായ ദൈവത്തെ വിശുദ്ധിയോടുകൂടെ ആരാധിപ്പാൻ തക്കവണ്ണം രാവിലെ സമയം കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെ അവിടുത്തെ രക്തത്താൽ കഴുകുമാറാകണം. കർത്താവേ, ഓരോ വ്യക്തിയുടെയും ആവശ്യം അറിഞ്ഞ് രാവിലെ സമയം അവിടെ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷകളെ എല്ലാം എന്റെ കർത്താവിന് മാനിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ സകലവും നടക്കുവാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാനൊക്കെ ഞങ്ങളെ ഒരുക്കുമാറാകണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാം അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, പാത്രകടത്തിനായി സ്തോത്രം സകല വേളയ്ക്ക് ആ ജീവൻ വെളിച്ച കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കുട്ടിയോടെ കേൾക്കുമാറാണ്. അവിടെ വാഴ്ത്തുന്ന ആസ്വദിക്കുന്ന കാലം അവിടുത്തെ അത്ഭുതമായിട്ട് പരിപാലിച്ച് സൂക്ഷിച്ചു വരാം.
അവനെ ശക്തിപ്പെടുത്തിക്കൊള്ളുവാനാവണേ പ്രാർത്ഥിക്കുന്നു. അവരിലേക്ക് നോക്കുക പ്രകാശത്തിലായി അവർ മുകളിലേക്ക് വായിക്കുന്ന പ്രകാരം കഴിഞ്ഞ കാലങ്ങളൊക്കെ കർത്താവിലെ നിരാശക്കാരെ മുഴുവനും അവരുടെ ഭദ്രനേരം മടങ്ങി അതിങ്ങനെ ആവശ്യ കർത്താവെ അതിന് ലഭിക്കുവാൻ നേരാകണം. ദൈവം അതിങ്ങനെ വഴി നടത്തിയ അവിടുത്തെ വിശുദ്ധയോടെ നന്ദിയോടെ അങ്ങനെ വാഴ്ത്തുന്നാഥ കഴിഞ്ഞ മാസക്കാലം കർത്താവിന്റെ കൃപ അതിനോട് കൂടെ ഇരുന്നല്ലോ. എല്ലാ വഴികളിലും ദൈവസ്ഥാനപരമായ ഓർത്ത് നന്ദിയോടെ വാഴ്ത്തുന്നു. വിശേഷാൽ കർത്താവിന്റെ ദാസ് കുടുംബം കടന്നുപോയ യാത്രയിലെല്ലാം ദൈവസ്ഥാനത്തിന് കൂടെ ഇരുന്ന് അന്തമൊന്നും വരാതെ സൗഖ്യത്തോട് ക്ഷേമത്തോട് വന്നേരുവാനും അവിടെ ചെന്ന കർത്താവെ ശുശ്രൂഷകളെല്ലാം പകർന്നുകൊള്ളുവാനും എല്ലാം ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിന്റെ മനുഷ്യർക്കായി സൂക്ഷിക്കുന്ന കുടുംബമായി ദൈവമായി അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുകയാണ്. ജനത്തെ നയിക്കുവാൻ ആവശ്യമായ ദൈവത്തിനോട് പകർന്നു കൊടുത്ത് ഓരോ ദിവസം ദൈവത്തിന്റെ അവർക്ക് ശക്തിപ്പെടുത്തിക്കൊള്ളുവാനാണ് പ്രാർത്ഥിക്കുകയാണ്. വാൽക്കാലം ദേവസംഘം ആയിരിക്കുന്ന എല്ലാവരും പേരുപേരായി ദൈവം അനുഗ്രഹിക്കണേ. കുഞ്ഞുങ്ങളുടെയൊക്കെ ആവശ്യങ്ങളും യുദ്ധങ്ങളാണ് ഞങ്ങൾ അനുഭവത്തിനായി ഞങ്ങളെ കാണുകയും അറിയിച്ചിരുന്ന നല്ല ദൈവത്തിന് മുമ്പായാണ് കാര്യങ്ങളായിരിക്കുന്നത്. ആകയാൽ ഇന്ന് വാൽക്കാലം ദൈവിക വിടുതലും ആശ്വാസം പ്രാപിച്ചവരായി ദൈവശക്തിയായി നിലപ്പെട്ടവരായി മടങ്ങുവാൻ അടിമകളെല്ലാം ജീവിതത്തിൽ സുഖമേ ഇടയാക്കി കൊടുക്കുവാനാണ് പ്രാർത്ഥിക്കുന്നതാ. ദൈവം അനുഗ്രഹിക്കണേ. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിൽ ദാനം ചെയ്യുമാറാണ്. ബലപ്പെടുത്തുമാറാവണേ പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്ത് കൂടെ അടികളോട് സംസാരിക്കണേ. യഹോവയുടെ ശബ്ദം കേട്ട് അനുസരിക്കുന്നവരായി തീരുവാൻ അടിമകാലം സ്വർഗമേടി അവരിടയാക്കി കൊടുക്കുമാറാവണേ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് എല്ലാ വിഷയവും സമർപ്പിക്കുന്നു. യേശുവിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. Praise the name of Jesus. Hallelujah. Praise God. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 39ാമത്തെ സങ്കീർത്തനം വാക്യമായി വായിക്കും. Psalms 39. Praise you God. ഇന്നോമൻ സന്നിധിയിൽ ആടിയ വന്നു Psalm 39, 39ാം സങ്കീർത്തനം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. എന്നാൽ കർത്താവേ, ഞാൻ ഇതിനായി കാത്തിരിക്കുന്നു. എന്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. ഞാൻ വായ് തുറക്കാതെ ഊമനായിരുന്നു. നീയല്ലോ അങ്ങനെ വരുത്തിയത്. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രേ ആകുന്നു. നമുക്ക് അവിടുത്തെ വാക്യം ചേർന്ന് വായിക്കാൻ. ഞാൻ ഇവിടെ നിന്ന് പോയില്ലാതെയാണ് നമ്മുടെ വിശുദ്ധകരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ക്ഷണികമാണ്. എങ്കിലും നമ്മെ നിലനിർത്തുന്ന ദൈവം
കഴിഞ്ഞ ദിവസങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ അവൻ നമ്മെ നിലനിർത്തി. നാം പോയ യാത്രകളിൽ അവൻ നമ്മെ സഹായിച്ചു. അവന്റെ കൃപയിൽ നമ്മെ സൂക്ഷിച്ചു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം സാധിപ്പിച്ചു തന്നു. അവന്റെ കൃപയാൽ നമ്മെ നിറച്ചു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നമ്മെ നിറച്ചു. ദൈവം നമ്മെ എത്രത്തോളം പ്രത്യാശയിൽ നിലനിർത്തിയല്ലോ. ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ എല്ലാ ഉപകാരങ്ങൾക്കും അവിടുത്തെ കൃപകൾക്കും ദൈവത്താൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കുമായും ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി തുടർന്നും ഞങ്ങളുടെ ജീവിതങ്ങളിൽ അനുഭവിക്കുവാൻ ഞങ്ങളെ തന്നെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. Let us all sit in the presence of God. ഒരു ആഴ്ച കൂടി നമ്മെ വിട്ട് പോയി. It is behind us. One more week is behind us. And the Lord has been so good to us. ദൈവം നമുക്ക് നല്ലവനായിരുന്നു. Brother Wilson and family is not with us today. അവര് മറ്റ് ഒരു ചർച്ചിൽ വിസിറ്റ് ചെയ്യുന്നു. So we missed them in our worship today. I thank God for all those who are here. ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I rejoice that Brother Alvin and his wife and the mother is with us and the son Adam, and we welcome you to this worship once again, and join us in whatever opportunities you get. You're welcome. You're always a blessing to us, and we pray for you. നിങ്ങൾ വരാത്ത ആഴ്ചകളിൽ, വരുന്ന ആഴ്ചകളിൽ we pray for you. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. നമുക്ക് ഈ ആഴ്ചയിൽ we have an anniversary actually. Not this week. It's actually only coming. It's in the month of September actually, right? We have an anniversary. Oh yeah. Don't deny it. And so we have an anniversary coming up. So ഞാൻ വിചാരിച്ചു ഈ ആനിവേഴ്സറി അതിന്റെ ചൂടോടെ ആഘോഷിക്കണമെങ്കിൽ we have to do it today. Because now this is on the 1st of September. So we wanted to, this church wanted to wish Brother Saji and Sister Bindu an anniversary, a happy anniversary. May God bless you and keep you and give you many more anniversaries together. ദൈവത്തിന്റെ കൃപയാൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. ഓഫറിംഗ് കഴിഞ്ഞുള്ള പ്രാർത്ഥനയിൽ ഈ ബ്രദർ സജിയുടെയും ആനിവേഴ്സറി ഓർത്ത് പ്രാർത്ഥിക്കണം. So we're going to pray for you. So also another good news is our brother Saji is starting his job. That is on Tuesday, on the 2nd. He's starting his job, going back to a regular job, and going back to training. I know training is intimidating actually, and I know I go through training, and at some time it can be intimidating, it can be stressful, it can be hard at times. നമ്മള് ബ്രദർ സജിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഈ ട്രെയിനിങ് ഒക്കെ വളരെ ഈസി ആയിട്ട് പോകാനായിട്ടാണ്, ഇല്ലേ? അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ട്രെയിനിങ് എന്ന് പറയുന്നത് ക്ലാസ് റൂം ഒക്കെയാണ്, കുറച്ച് എക്സസൈസും അതും ഇതും ഒക്കെ ഉണ്ടാവും, കുറച്ച് കഠിനമായിട്ട് തോന്നും, സ്ട്രെസ്സായിട്ട് തോന്നും. അതൊന്നും ഇല്ലാതെ, ഒരു സ്ട്രെസ്സും ഒരു പ്രശ്നവും ഇല്ലാതെ ഈ ബ്രദർ സജിയുടെ ട്രെയിനിങ് ഓറിയന്റേഷനും എല്ലാം തീർക്കുവാൻ ദൈവത്തിന്റെ പ്രത്യേകമായ കൃപ പ്രിയ മകന്റെ മേലുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ഓഫറിംഗ് കഴിഞ്ഞുള്ള പ്രാർത്ഥനയിൽ we will remember that also. And his friend, he is not coming to this church. His friend Bijoy Philip is also going through the same procedure, same job. So let us remember Brother Bijoy Philip also in our prayer. പ്രാർത്ഥനയിൽ Brother Bijoy Philip നമ്മുടെ ഓർത്ത് പ്രാർത്ഥിക്കാം. അദ്ദേഹം ഈ ചർച്ചിൽ ആരാധനയ്ക്ക് വരുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധന കാണുന്ന ഒരാളാണെന്നാണ് ഞാൻ അറിയുന്നത്. So let us pray for him.
And then anything else you want to say, a testimony? If anybody wanted to say something, go ahead and say it. Well, first, praise the Lord. Just want to thank you for reminding us about our anniversary, actually. Usually I'm the one that remembers, but the reason, well, first of all, 13 years? 13 years, right? That itself is a miracle. So, the reason why we forgot really is because tomorrow, being September 1st, we're having another youth meeting that we had to put up. So that's really why I'm setting up. And so I forgot all about the whole anniversary thing. So September 1st, tomorrow, around 4 o'clock, we're having a youth meeting. And one of the main reasons that we're having a youth meeting is, remember I told you about the girl, her name is Velika. Her mother is Orthodox, father is a Hindu, and we need special prayer. The reason why we're holding it is because she wanted us to, she was telling Bavina she loves the Lord, she loves Jesus now, she's been getting into the Bible a lot, she's been, praying a lot, but she doesn't know whether or not she is saved, and she doesn't know how to go through it. And so we're holding this tomorrow mainly for her. The other people also come, but we're gonna hold it for her. The teens, we're all gonna gather around, we're gonna encourage her, we're gonna talk to her, because her being led to Christ is different from us, right? Because we're all born in there. For her, it's going to be just like how it was in India, with probably persecution. So I'm not sure, she's a young teenager. She wants to know the Lord, she wants to accept him personally. The issue now is, out of her joy, she told her mother the other day, it's like, Mom, I need to go to this youth meeting, I want to be saved, and I want to go to a non-denominational church. So then pretty much all hell has been breaking loose for her. Everybody's against her, they think she's in a cult, they don't know what's going on. So at the moment, they said that they're not going to send her. I told Bobina to text her and tell her, okay, don't argue with them, don't fight with them, don't ask them anything on Saturday or Sunday. We're going to all pray, my church is going to pray, the youth are going to pray, all of us are going to be praying. And Monday, you ask your parents nicely, calmly, and we believe that the Lord will bring you here. If in case they say no, that's okay. We're going to be praying for you. We'll get on the phone, we'll encourage you in that sense. So I'm asking the church to please pray for tomorrow's meeting. We need some kind of, answer there, like a deliverance for her as well. What is this child's name? Vedika. Okay. Yeah. And I don't wanna, I'm not gonna be posting too much about her online, because I don't want her to get in kind of trouble. Because this is America, separate, So we'll pray for her. Yes. So നാളെ ഇവിടെ ഒരു യൂത്ത് മീറ്റിംഗ് ഉണ്ട്. സോ ആ യൂത്ത് മീറ്റിംഗ് ഒരു ചെറുപ്പക്കാരിയും കൂടെ വരാനായിട്ട് ചില പ്രൊസിക്യൂഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആ വിഷയം കൂടെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കും. And she's bringing another one of her friends also as well that wants to come to the youth meeting. Another thing that I just wanted to bring up real quick was back to the youth meeting. I tested, something has been bothering me with text Josh. Josh is the one that helped us create this church the way, right? So he's been having severe back pain, and he came to the last youth meeting, and we prayed for him, but nothing happened. But it's been bothering me a lot. I'm able to accept a no from the Lord on many things, and I have, but this one I'm having a hard time accepting a no. So anyway, I texted him, and I said, Josh, nothing happened last time. I said, this time come at this certain time when I'm praying with the youth, because there's something special that happens when I'm with the teenagers, that it didn't happen last time when I was with the adults. There's something different. And I said, come, because it's not my words or my prayer, it's the presence of God that does the healing. I want you to come at this particular time. I know you can't sit through the whole meeting, come, we're gonna pray at that time while I'm still with the youth, and then you eat something and you go. So please pray that if the Lord allows him to come, or if he comes, that God will do something, because it's his name that's on the line, I think. And then the third thing that I wanted to pray for is, Bavina has been going around the youth a lot. She's been exposed, because I don't want to hold her back in church. I don't want to hold her too much from, any godly stuff. But she does have a steady temperature of like 99.4. It's been going on for like 2-3 weeks now. I don't know what the issue is. She has no symptoms of anything. She doesn't feel sick, but because of her condition, she's got, something is going on inside of her. So please keep that in prayer. September 22nd is her next lab test. So pray for Bhavina especially. Okay. So anybody else wanted to, ആർക്കെങ്കിലും ഒരു ടെസ്റ്റിമോണി പറയാൻ താല്പര്യമുണ്ടോ? I just want to give you time. Okay. If no testimonies, we will
go ahead and take the offering at this time. കൃപയേറും കർത്താവിലെ വിശ്വാസം അതിനാൽ എനിക്കെന്തു നല്ല ആശ്വാസം ദുരിതങ്ങളിലെയും വിഭൂവാസം കൃപയാൽ മനോഹരമാ ദുരിതങ്ങളിലെയും വിഭൂവാസം കൃപയാൽ മനോഹരമായി കൃപ കൃപയോടെ ആശ്രയം ഹല്ലേലൂയ കൃപ കൃപയോടെ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും ജലഹീനതയിൽ നല്ല വെള്ളമേകും മരുഭൂമിയിൽ ആനന്ദതണലാകും ഇരുൾപാതയിൽ അനുദിന വഴി നൽകും കൃപയോടനാശ്രയമായി ഇരുൾപാതയിൽ അനുദിന വഴി നൽകും കൃപയോടനാശ്രയമായി കൃപ കൃപയോടെ ആശ്രയം ഹല്ലേലൂയ കൃപ കൃപയോടെ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും എന്റെ താഴ്ചയിൽ അവരെന്നെ ഓർത്തല്ലോ കുറവയിൽ ബലമവൻ തകർത്തല്ലോ തന്റെ കൈകളിൽ അവരെന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിടും ഞാൻ തന്റെ കൈകളിൽ അവരെന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിടും ഞാൻ കൃപ കൃപയോടെ ആശ്രയം ഹല്ലേലൂയ കൃപ കൃപയോടെ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവരെന്നാലും തിരുജീവനെ തന്നവരിലും കൃപയാൽ നടത്തുമെന്നേ തിരുജീവനെ തന്നവരിലും കൃപയാൽ നടത്തുമെന്നേ കൃപ കൃപയോടെ ആശ്രയം ഹല്ലേലൂയ കൃപ കൃപയോടെ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും Praise God. നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറയുന്നു. ഈ മൺഡേയിൽ ഓൺ ദിസ് മൺഡേ ഐ ആം ട്രാവലിംഗ് ടു അറ്റ്ലാന്റ. അടുത്ത തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ ഞാൻ അറ്റ്ലാന്റയിൽ ഒരു ക്ലാസ് എടുക്കുന്നതിനുള്ള ബന്ധത്തിൽ പോകുന്നു. യാത്രയൊക്കെ ഓർത്ത്
ദൈവജനം പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിക്കും. ഈ സമയത്ത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസ് പ്രാർത്ഥിക്കും. അതിനുശേഷം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മോട് സംസാരിക്കും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി ദൈവസന്നിധിയിൽ മധ്യസ്ഥ വഹിച്ച് നാം പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ കർത്താവിൻ്റെ ചെവി നമുക്കായി തുറന്നിരിക്കുന്നു. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കുവാൻ കർത്താവ് എന്നും എപ്പോഴും ശക്തനാണ്. കഴിഞ്ഞുപോയ കാലങ്ങളിൽ നാം അനവധി വിഷയങ്ങൾ ഈ പ്രാർത്ഥനാലയത്തിലും ബുധനാഴ്ച വൈകിട്ടത്തെ നമ്മുടെ സൂം മീറ്റിങ്ങിലും അതേ ഈ സഭയിലും ദൂരത്തും ഉള്ള അനേകരുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ നാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവയോരോന്നും കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ട് യഥാസമയം കർത്താവ് ഉത്തരമരുളി. ഭൗതികമായ ജോലിയോടുള്ള ബന്ധത്തിൽ ശാരീരികമായി കഷ്ടങ്ങൾ അനുഭവിക്കുന്ന നാനാവിധ ജീവിത പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് തങ്ങളുടെ വിഷയങ്ങളിൽ ഉത്തരം നൽകി സഹായിച്ചു. ഇന്നും കർത്താവിൻ്റെ കരം കുറുതായിട്ടില്ല, ചെവി മന്ദമായിട്ടില്ല, കണ്ണടഞ്ഞിട്ടില്ല. നാം ഇവിടെ ഹൃദയമായി ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു. പരിശുദ്ധ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. പോയ കാലമൊക്കെയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം നൽകി ഞങ്ങളെ ജയോത്സവമായി നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. യഹോവ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ യഹോവയെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചത് കൊണ്ട് ജീവകാലമൊക്കെയും ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കും. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ മഹിമ കണ്ട സാക്ഷികളായി അനുദിനം കർത്താവിനെ രുചിച്ചറിയുന്നവരായി ഈ യാത്രയിൽ കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട്, ഞങ്ങളെ സഹായിക്കുന്നു, ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തോടെ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ കർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെയും ദാസിയെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കർത്താവെ തിങ്കളാഴ്ച നാട്ടിലേക്ക് കടന്നുപോയി. അവിടെ കൊച്ചമ്മയുടെ അതേ വേർപാടിൻ്റെ വേദനയിലായിരുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുവാനും ആ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത ശുശ്രൂഷകർക്കൊക്കെ നേതൃത്വം വഹിച്ച് സന്തോഷത്തോടെ വെള്ളിയാഴ്ച സൗഖ്യത്തോടെ ഇരുവരും മടങ്ങി വന്ന് ഈ ആരാധനയിൽ ദാസനെ ശുശ്രൂഷയ്ക്ക് ലീഡ് ചെയ്യുവാൻ കർത്താവ് കൊടുത്ത എല്ലാ കൃപകൾക്കും അഭിഷേകത്തിനായി നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു. നാളെ അറ്റ്ലാന്റയിലേക്ക് യാത്ര പുറപ്പെടുന്നു. ശനിയാഴ്ച വരെ അവിടെ ആയിരിക്കുമ്പോൾ കർത്താവ് കാക്കണമേ. ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന റിസർച്ച് പഠനങ്ങൾ കർത്താവ് ഏറ്റവും അനുഗ്രഹമാക്കി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കർത്താവ് എത്തിക്കുമാറാക്കണമേ. അതിനു വേണ്ടുന്ന ബലവും ആരോഗ്യവും ബുദ്ധിയും കഴിവും അങ്ങയുടെ ദാസന് കൊടുത്ത് കർത്താവെ, അങ്ങയുടെ ദാസനോട് ചേർന്ന് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ അധ്വാനിപ്പാൻ നമ്മുടെ ദാസിയെയും ദൈവം ശക്തീകരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദാനം കൊടുത്ത മക്കള്, കുടുംബങ്ങള്, കൊച്ചുമക്കള് എല്ലാവർക്കായും ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം കാക്കണമേ. പ്രിയ അച്ഛനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരിക വിഷമതകളൊന്നും കൂടാതെ അനുദിനം കർത്താവ് സൗഖ്യത്തോടെ ഇന്നും ഈ ആരാധനയിൽ കർത്താവ് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി തന്നെ വാഴ്ത്തുന്നു. വത്സല്യ ബ്രദർ സജിക്കായി സിസ്റ്റർ ബിന്ദുവിനായി സ്തോത്രം ചെയ്യുന്നു. തങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് 1 വർഷം കൂടി തികയുന്ന ഈ ആഴ്ചയിൽ കർത്താവെ, പ്രിയപ്പെട്ടവരെ അധികമായി കർത്താവ് സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും മുൻപോട്ടുള്ള കാലങ്ങളിൽ ആയുസ് കൊടുത്ത് ആരോഗ്യം കൊടുത്ത് ധന്യമായ കുടുംബജീവിതം ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയും പ്രയോജനപ്പെടുവാൻ ഇവിടെ ആരംഭിച്ച സഭയ്ക്ക് തങ്ങളാൽ ആവോളം അധ്വാനിപ്പാൻ കർത്താവ് കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായും സമർപ്പണത്തിനായും നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു. സജി ചൊവ്വാഴ്ച മുതൽ പ്രവേശിക്കുന്ന ജോലിയുടെ ട്രെയിനിങ് കർത്താവിന്റെ സഹായം കൂടെ ഇരിക്കണമേ. കർത്താവിന്റെ കരമങ്ങളുടെ മകനോട് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ബലം കൊടുത്ത് അറിവോടെ ജ്ഞാനത്തോടെ വിവേകത്തോടെ
കർത്താവേ ആ ജോലിയിൽ പ്രവേശിച്ച ട്രെയിനിങ് ഏറ്റവും അനുഗ്രഹകരമായി പൂർത്തീകരിക്കുവാൻ ഞങ്ങളുടെ മകനോടുകൂടെ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ ഭവിന മോൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ മകളെ കർത്താവ് സൗഖ്യമാക്കണമേ. യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. മകളുടെ കർത്താവേ ശാരീരികമായുള്ള വിഷമതകളെല്ലാം കർത്താവ് മാറ്റിയും മരുന്നിനും വൈദ്യന്മാർക്കും തരുവാൻ കഴിയാത്ത സൗഖ്യം ഗിലെയാദിലെ നല്ല വൈദ്യനായ ഞങ്ങളുടെ കർത്താവിന്റെ പക്കലുണ്ടല്ലോ. അവങ്കിലേക്ക് നോക്കിയവരാരും ഒരു നാളും ലക്ഷിച്ചു പോയിട്ടില്ല. അവരുടെ മുഖം എന്നും പ്രശോഭിച്ചു കൊണ്ടിരുന്നല്ലോ കർത്താവേ. സാധുക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് പ്രിയ മകളെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആയുസ്സോടെ പഠനങ്ങളിലൊക്കെ മികവുള്ളവളായി കുട്ടികാരിൽ പരമായി പ്രിയമകളെ കർത്താവേ സൗഖ്യത്തോടെ ആനന്ദത്തോടെ ഈ സഭയ്ക്കും അനുഗ്രഹമായി കർത്താവ് മുൻപോട്ട് നടത്തേണ്ടതിന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ബ്രദർ വിൽസനും സിസ്റ്റർ മിനിക്കായി അമ്മച്ചിക്കായി പ്രിയപ്പെട്ടവർക്ക് ദാനം കൊടുത്ത മക്കൾക്കായി സ്തോത്രം. ഇന്ന് സംബന്ധിക്കുന്ന ആരാധനയിലെ ദൈവം പ്രിയപ്പെട്ടവരെ അവിടെയും ദൈവം ശക്തീകരിക്കണമേ. അടുത്ത ആഴ്ച കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ സുഖമായി ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ ദൈവമായ കർത്താവ് ഞങ്ങളോടൊപ്പം പ്രിയ അമ്മാമയും കൊച്ചുമക്കൾക്ക് ഒക്കെ ആയിരിക്കാൻ കർത്താവ് അവസരം നൽകിയല്ലോ. ഇതുപോലെയുള്ളതായ മുൻപുള്ള ആഴ്ചകളും കടന്നു വന്ന് ഒരുമിച്ച് ആരാധിപ്പാൻ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ഇന്നും പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നല്ലോ. ഈ ആരാധന സംബന്ധിക്കുന്നത് നിശ്ചയമായി പ്രാർത്ഥിച്ചതുപോലെ അമ്മാമയ്ക്കും കൊച്ചുമക്കൾക്കും അമ്മാമയുടെ എല്ലാ കുടുംബങ്ങൾക്കും മക്കൾക്കും എല്ലാവർക്കും കർത്താവ് അത് അനുഗ്രഹമാക്കേണ്ടതിന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. മുൻകാലങ്ങളിലൊക്കെ ഈ സഭയിൽ കടന്നു വന്ന് ഞങ്ങളോടൊപ്പം ആരാധിച്ച് വിവിധയിടങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവം കാത്തുകൊള്ളുമാറാകണമേ. സമാധാനത്തോടെ എല്ലാവരെയും പരിപാലിക്കണമേ കർത്താവേ. ഇപ്പോൾ ഈ ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ആത്മാക്കളെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ. ദൈവസഭയിലേക്ക് കൊണ്ടുവരുമാറാകണമേ. അതിരുകളെ കർത്താവ് വിശാലമാക്കണമേ. ഞങ്ങൾക്കല്ലേ ഞങ്ങളുടെ നാമമഹത്വത്തിനായി പ്രവർത്തിപ്പാനുള്ള കൃപ കർത്താവ് പരിശുദ്ധാത്മ നിറവ് ഞങ്ങളിൽ എല്ലാവരിലും ധനമായി പകരേണ്ടതിന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിനായി കർത്താവ് രാജ്യത്തിന്റെ പ്രസിഡന്റ് എല്ലാ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസമാധാനവും സമൃദ്ധിയും കർത്താവ് നൽകണമേ. വിവേകത്തോടെ ദൈവത്തിലുള്ള ആശ്രയത്തോടെ ഭയത്തോടെ ഭരിപ്പാൻ എല്ലാ ഭരണകർത്താക്കൾക്കും കർത്താവ് കൃപ നൽകണമേ. ഞങ്ങളൊക്കെ വിട്ടുപോയി ഇവിടേക്ക് വന്ന ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല സംസ്ഥാനങ്ങളിലും സുവിശേഷ നിമിത്ത പീഡകൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ. അവിടെ എല്ലാം കർത്താവിന്റെ ആത്മാവ് ചെന്നെത്തി കർത്താവെ പീഡകൾ നടത്തുന്ന ഉപദ്രവിക്കുന്നവർ നഷ്ടപ്പെടരുത്. അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വരേണ്ടതിന് അവർക്ക് വേണ്ടി ഞങ്ങൾ മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ഇത്രത്തോളം കർത്താവ് ഏറ്റെടുത്ത് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ദാസന്റെ മേൽ അവിടുത്തെ ദിവ്യമായ കൃപയും അഭിഷേകവും പകർന്നതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ നാമത്തിനായി അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാട് അങ്ങയ്ക്ക് സുഗ്രാഹ്യമായി തീരട്ടെ. ദൈവജനത്തെ എല്ലാവരെയും ഭൗതികമായി ദൈവം അനുഗ്രഹിക്കണമേ. സഭയുടെ എല്ലാ ഭൗതിക ആവശ്യങ്ങളും കർത്താവ് ധാരാളമായി അനുഗ്രഹിച്ച് സഹായിക്കണമേ. തുടർന്ന് ഞങ്ങളുടെ വചനത്തിന്റെ മുൻപാകെ ഞങ്ങളായിരിക്കട്ടെ. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. തിരുവചനം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഞങ്ങൾ കേൾക്കുന്നവരായി മാത്രമല്ല അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കി അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കണമേ. പ്രാർത്ഥന കൈക്കൊണ്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനിയായ കർത്തൃദാസനെ കുടുംബം കടന്നു വന്ന എല്ലാ പ്രിയമുള്ളവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അല്പസമയം കർത്താവിന്റെ വചനത്തിന്റെ മുൻപാകെയായിരിക്കാൻ ദൈവമായ കർത്താവ് നമുക്ക് ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനത്തിന്റെ മുൻപാകെ നമുക്ക് ആദരവോടെ ഭയത്തോടെ അതേ കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ആയിരിക്കാമല്ലോ. ഇന്ന് വചന ധ്യാനത്തിനായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ളതായ വചനമാണ്. The Gospel according to Luke chapter
5 verses 1 to 11. Wavina Moore will read those portions for us. And it came to pass that as the people pressed unto him to hear the word of God, he stood by the lake of Gennesaret and saw 2 ships standing by the lake. But the fishermen were gone out of them and were washing their nets. And he entered into one of the ships, which was Simon's, and prayed him that he would thrust out a little from the land. And he sat down and taught people out of the ship. Now, when he had left speaking, he said unto Simon, Launch out into the deep, and let down your nets for a draught. And Simon answering said unto him, Master, we have toiled all night, and have taken nothing. Nevertheless, at thy word I will let down the net. And when they had done this, they enclosed a great multitude of fishes, and their net broke. And they beckoned unto their partners, which were in the other ship, that they should come to help them. And they came and filled both ships, so that they began to sink. When Simon Peter saw it, he fell down at Jesus' knees, and said, Depart from me, for I am a sinful man, O Lord. For he was astonished, and all that were with him, and at the draught of the fishes which they had taken. And so was also James and John, the son of Zebedee, and which were their partners with Simon. And Jesus said unto Simon, Fear not, for henceforth that they shall catch men. And they had brought their ships to land. They forsake all and followed him. ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ വചനത്തിന്റെ മുൻപാകെ ഞങ്ങൾ ആയിരിക്കട്ടെ. അടിയന്റെ വായിലെ വാക്കുകളും അങ്ങയുടെ ജനത്തിന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കട്ടെ. ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഏറെക്കുറെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്നത്തെ ധ്യാനത്തിനായി ഇവിടെ വായിച്ചത്. വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം എഴുതിയ 4 സുവിശേഷകരിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ലൂക്കോസ് മാത്രം ഒരു യഹൂദ ഇതര എഴുത്തുകാരനായിരുന്നു, ഒരു ചരിത്രകാരനായിരുന്നു, ഒരു വൈദ്യനായിരുന്നു. പൗലോസിനോടുകൂടെ മിഷനറി യാത്രയിൽ എപ്പോഴും വ്യാപൃതനായിരുന്നു. ജയിൽവാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഒരു പ്രവൃത്തി, സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി തികച്ചവനായിരുന്നു ലൂക്കോസ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വേദഭാഗത്തിലേക്ക് നാം വരുമ്പോൾ ഇവിടെ അത്ഭുതകരമായ ഒരു മീൻപിടുത്തം നാം കാണും. കുറെ മുക്കുവരെ യേശു ശിഷ്യരായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗവും നാം ഇവിടെ വായിക്കുന്നു. ഇങ്ങനെയുള്ളതായ ശ്രദ്ധാകേന്ദ്രങ്ങളാണ് ഈ വേദധ്യാനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് സംഭവിച്ചത് ഗലീല കടലിലായി. സുവിശേഷങ്ങളിൽ നാം അധികം കേട്ടിട്ടുള്ളതായ ഒരു കടലാണ് ഗലീല കടൽ. ശുദ്ധമായ ഒരു ജലതടാകമായി. ഈ കടലിന് മറ്റ് പല പേരുകളും. ഇത് പലസ്തീൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശത്തിലാണ് ഈ കടലുള്ളത്. ഏതാണ്ട് 13 മൈൽ നീളവും 7 മൈൽ വീതിയുമുള്ളതായ ഒരു ശുദ്ധ ജല തടാകമാണ്. പല പേരുകൾ ഇതിനെ ഉണ്ട്. ഇതിനെ തിബരിയോസ് കടൽ ഉണ്ട്, ഗന്നേസരത്ത് തടാകം എന്ന് ഉണ്ട്. ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചു തുടങ്ങിയത് ഗന്നേസരത്ത് തടാകമെന്ന്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഓരോ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ഈ കടലിൻ്റെ ഓരോ തീരത്ത് 13 മൈൽ നീളം 7 മൈൽ വീതിയുള്ള ഈ കടലിൻ്റെ തീരത്ത് ഓരോ പട്ടണങ്ങൾ അവരുടെ നാമത്തിൽ പണിതു.
അതുകൊണ്ടാണ് വിവിധ പേരുകൾ ഇവിടെ വരുവാനായിട്ട് ഇടയായത്. ഇന്ന് ഈ കടൽ അറിയപ്പെടുന്നത് കിന്നേരത്ത് കടൽ എന്നാണ്. സീ ഓഫ് കിന്നേരത്ത്, എബ്രായ ഭാഷയിൽ അങ്ങനെയാണ് ഇതിന് പേരുള്ളത്. ഈ കിന്നേരത്ത് കടൽ എന്ന പേര് ഇന്ന് ഇസ്രയേൽ ഈ എബ്രായ ഭാഷയിൽ വരുവാനുള്ള കാരണം സംഖ്യാപുസ്തകത്തിൽ ഈ കടലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. 34-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ കിന്നേരത്ത് കടൽ, ആ നാമം തന്നെയാണ് എബ്രായ ഭാഷയിൽ അവര് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കടലിന്റെ തീരത്ത് നാം ഒക്കെ അറിയപ്പെടുന്ന പല പട്ടണങ്ങളും സ്ഥിതി ചെയ്യുന്നു. കപ്പർന്നഹൂം, ബെത്സേദ, മഗ്ദല, ആ പേരുകളൊക്കെ നാം കേട്ടിട്ടുണ്ട്. ആ പേരിന്റെ നാമധേയത്തിൽ പല വ്യക്തികളെയും നമ്മൾ അറിയുന്നുണ്ട്. യേശു അവിടെയൊക്കെ അത്ഭുതങ്ങൾ ചെയ്തതായും നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശു ഇവിടെ എത്തിയപ്പോൾ, ഈ തടാകത്തിന്റെ തീരത്ത് യേശു എത്തിയപ്പോൾ നാം വായിക്കുന്നത്, ജനം വചനം കേൾക്കേണ്ടതിന് യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു. വലിയൊരു പുരുഷാരം വചനം കേൾക്കുവാനായി യേശുവിന്റെ അടുക്കൽ വന്നു. പുരുഷാരത്തിന് വചനം കേൾക്കുന്നതിലുള്ള താല്പര്യമാണ്. 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവവചനം കേൾക്കേണ്ടതിന് യേശുവിനെ അവർ തിക്കിക്കൊണ്ടിരുന്നു എന്ന് നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. 2-ാം വാക്യത്തിലേക്ക്, അവിടെ 2 പടകുകളുണ്ട്. അതിൽ ഒന്ന് പത്രോസിന്റെ മറുപേരാണ് ഷീമോൻ. ഷീമോനുള്ള പടകിൽ യേശു കയറി നിന്ന് വചനം സംസാരിച്ചു. ആ പടക് ഒരു പ്രസംഗപീഠമാക്കിക്കൊണ്ട് യേശു സംസാരിച്ചു. അത് ഷീമോനിൽ നിന്ന് ആവശ്യപ്പെട്ടു. ഷീമോന് അത് സന്തോഷത്തോടെ വചനം പ്രസംഗിക്കുവാൻ യേശുവിന് കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ ഷീമോന്റെ പടക യേശു തിരഞ്ഞെടുക്കുവാനുള്ള കാരണം നാം അവിടെ വായിക്കുന്നത്, 2-ാം വാക്യത്തിൽ അവിടെ അവര് വല കഴുകിക്കൊണ്ടിരുന്നു എന്ന് നാം വായിക്കും. വല കഴുകിക്കൊണ്ടിരുന്നു. ആ കഴുകിയ വല ഉള്ള പടകിൽ യേശു കയറി. ഏറ്റവും ഒടുവിലായി നാം വായിച്ച് ആ വാക്യം, ആ പാസേജ് അവസാനിപ്പിക്കുന്നത് അവര് യേശുവിനെ അനുഗമിച്ചു എന്നാണ്. ഇങ്ങനെ കുറെ പേരെ, 4 മുക്കുവരെ യേശു തൻ്റെ ശിഷ്യരാകുവാൻ ക്ഷണിച്ചു. പിന്നത്തേതിൽ അവരോട് പറഞ്ഞത്, നിങ്ങൾ സുവിശേഷകരായി തീരണം, അഥവാ മനുഷ്യരെ പിടിക്കുന്നവരായി തീരണം എന്ന് യേശു പറഞ്ഞു. എന്തുകൊണ്ടാണ് യേശു ഇവരെ തിരഞ്ഞെടുത്തത്? ഇപ്പോഴും നാം ഓർക്കണം, യേശു ആരെയും അബദ്ധം പറ്റി ആളുമാറി തിരഞ്ഞെടുത്തിട്ടില്ല. ഒരു വ്യക്തിയെ യേശു തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയെ നന്നായി അറിഞ്ഞ് അവരുടെ ഉള്ളം കണ്ട് മനസ്സിലാക്കി യേശുവിന് ഇവരെ ആവശ്യമുണ്ട്, പ്രയോജനമുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് യേശു തിരഞ്ഞെടുക്കുന്നത്. ഈ ശിഷ്യരെ യേശു തിരഞ്ഞെടുക്കുമ്പോൾ ഈ വേദഭാഗങ്ങളിലും മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഇവരെ കുറിച്ച് നമ്മൾ കാണുന്നത് 3 കാര്യമാണ്. ആ 3 കാര്യങ്ങൾ ഈ മുഖവരയിൽ പ്രിയമുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. 4-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ, when Jesus saw them, they were casting the net. യേശു അവരെ കണ്ടപ്പോൾ അവർ വല വീശുന്നവരായിരുന്നു. ഇവിടെ നാം കാണുന്നത്, യേശു ഇവരെ നോക്കിയപ്പോൾ when Jesus saw them, they were washing the net. അവർ വല കഴുകുന്നവരായിരുന്നു. ഇനിയും മത്തായി 4:21 നമ്മൾ വായിക്കുന്നത്, again when Jesus saw them, they were mending the net. ഒന്ന് washing the net, casting the net, 2 washing the net, 3 mending the net. വല വീശുന്നവരായിരുന്നു, വല കഴുകുന്നവരായിരുന്നു, വല നന്നാക്കുന്നവരായി. എന്താണ് ഈ പദങ്ങളുടെ സാരാംശം? ഇവരൊരു പ്രവൃത്തിയിൽ, ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരായി. ആ പ്രവർത്തനത്തിൽ അവര് ഏർപ്പെടുമ്പോൾ അവര് വെറുതെ അലസരായി, ഉദാസീനരായി അവർ കഴിഞ്ഞില്ല. അവർ തങ്ങളുടെ പ്രവൃത്തിയിൽ എന്നും എപ്പോഴും വ്യാപൃതരായിരുന്നു, ഉത്സാഹികളായിരുന്നു. അവർ വല വീശിക്കൊണ്ടിരുന്നു. അവരെ
അതെ, കടലിൽ വരുമ്പോൾ വല വീശിക്കൊണ്ടിരുന്നു. ഈ വീശിയ വലയിൽ മാലിന്യങ്ങൾ പ്രവേശിക്കും. അത് കരയ്ക്ക് കൊണ്ടുവന്ന് അടുപ്പിച്ച് അതവര് നന്നായി കഴുകി വെടിപ്പാക്കി. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അടുത്ത ദിവസം അത് ഉപയോഗിക്കുവാൻ. കടലിൽ ദീർഘസമയം വല വീശുമ്പോൾ ഈ വലയുടെ കണ്ണികളൊക്കെ പൊട്ടും, അതിന് കേടുകൾ സംഭവിക്കും. അപ്പോൾ അവർ എന്ത് ചെയ്തു? അത് നന്നാക്കിക്കൊണ്ടിരുന്നു. സ്തോത്രം. ഇങ്ങനെയുള്ളവരെ കണ്ടപ്പോൾ യേശു മനസ്സിലാക്കി, ഇവരെ എന്റെ വേലയ്ക്ക് കൊള്ളാം എന്ന് പറഞ്ഞാൽ ഇവരെ അലസരായിരിക്കത്തില്ല, ഉഴപ്പരല്ല, ഉദാസീനരായി ഇവർ കഴിയത്തില്ല. ഇവർ എപ്പോഴും വ്യാപൃതരായിരിക്കും, ഇവർ ഉത്സാഹികളായിരിക്കും. കർത്താവ് വിളിച്ച കർത്താവിന്റെ ദാസന്മാരെ കുറിച്ച്, കർത്താവിന്റെ മക്കളെ കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവോടുകൂടി കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ളതാണ്. സ്തോത്രം. അത് മാത്രമല്ല, ഉദാസീനതയോടെ കർത്താവിന്റെ വേല ചെയ്യുന്നവര് ശമിക്കപ്പെട്ടവരാണ്. സ്തോത്രം. ഞാൻ ഈ സഭയെ ഓർക്കുമ്പോൾ എപ്പോഴും കർത്താവിനെ സ്തുതിക്കും. കർത്താവിന്റെ ദാസന് നാട്ടിലേക്ക് പോയി ഒരു മാസം അവിടെ താമസിച്ച് അവിടെ അനവധി കാര്യങ്ങൾ ചെയ്തെടുത്ത് മടങ്ങി വരാമായിരുന്നു. കേവലം ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് പോയി മടങ്ങി വന്നു. എന്തുകൊണ്ടാണ്? ഈ സഭയെ കുറിച്ചുള്ള ആത്മഭാരമുള്ളത് കൊണ്ട്, ഉത്തരവാദിത്വമുള്ളത് കൊണ്ട്, ഇവിടെ കടന്നു വന്ന് ശുശ്രൂഷ നിർവഹിക്കേണ്ടത് കൊണ്ട്, ഇവിടെയുള്ള ദൈവജനത്തെ കുറിച്ചുള്ള ഉത്തരവാദിത്വമുള്ളത് കൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ചർച്ചക്കാരുടെ, നമ്മുടെ നാട്ടുകാരുടെ, സ്നേഹിതരുടെ ഒക്കെ ഇടയിൽ നിന്ന് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത് ദൈവത്തിന് തെറ്റുപറ്റിയിട്ടല്ല, ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്. അതുകൊണ്ട് പകൽ ഉള്ളിടത്തോളം നമ്മെ അയച്ചവന്റെ വേല ചെയ്യേണ്ടതാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രികൾ വരുന്നുണ്ട്. ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാണ് കർത്താവിന് വേണ്ടി പ്രയത്നിപ്പാൻ, പ്രയോജനപ്പെടുവാനുള്ള സമയം. ഞാൻ എന്ത് ചെയ്യണം, എന്റെ കർത്താവിന് എന്തായി തീരണം, എങ്ങനെ ഞാൻ പ്രവർത്തിക്കണം എന്നുള്ളത് ഓരോ ദിവസം മുട്ടിന്മേലിരുന്ന ദൈവത്തോട് ആലോചന ചോദിച്ച് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മെ കർത്താവ് ഒരുക്കട്ടെ. അതിനുവേണ്ടി കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നത് അവിടെ അനവധി പടകുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ പടകുകളെ യേശു കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സ്തോത്രം, പത്രോസിന്റെ പടകിൽ, 4-ാം വാക്യത്തിൽ, സ്തോത്രം, പത്രോസിന്റെ പടകിലാണ് യേശു പ്രവേശിച്ചത്. സ്തോത്രം. പത്രോസ് ആ പടം യേശുവിന് കൊടുത്തു, സന്തോഷത്തോടെ കൊടുത്തു. ഇവിടെ പിന്നീട് നമ്മളൊരു കാര്യം വായിക്കുന്നുണ്ട്, ആ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല. അവർക്ക് അന്ന് പകൽ ഉപജീവന മാർഗത്തിനുള്ള വഴിയില്ല. അന്ന് പകലും കൂടെ വേല ചെയ്യേണ്ട പടകായിരുന്നു. എന്നാൽ കർത്താവ് ചോദിച്ചപ്പോൾ ഒരു വൈമനസ്യവും പറയാതെ, ഒരെതിരും പറയാതെ, മടിയും പറയാതെ ആ പടക് യേശുവിനെ വിട്ടുകൊടുപ്പാനായിട്ടിടയായി. ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, നാം ആയിരുന്ന സാഹചര്യങ്ങള്, കുടുംബങ്ങള്, പാരമ്പര്യങ്ങള്, പൗരോഹിത്യങ്ങള്, ഇതെല്ലാം വിട്ട് കർത്താവിന് വേണ്ടി വേർപെട്ടവരാണ്. നമ്മുടെ ഈ ജീവിതമാകുന്ന പടക് നാം ഓരോരുത്തരും കർത്താവിന് വിട്ടുകൊടുത്ത് ഇറങ്ങി പുറപ്പെട്ടവരാണ് എന്നുള്ളതായ ബോധ്യം. യേശു ആ പടകിൽ പ്രസംഗിച്ചതിന് ശേഷം എന്താണ് പത്രോസിനോട് പറഞ്ഞത്? പത്രോസേ, നീ ഈ പടക് ആഴത്തിലേക്ക് നീക്കി അവിടെ വല വീശുക എന്ന് പറയുവാനായിട്ടിടയായി. അപ്പോൾ പത്രോസ് ഒരു കാര്യം യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ അധ്വാനിച്ചതാണ്, പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഇനി ഞങ്ങൾ ഇട്ടാൽ എന്താ പ്രയോജനം? മീൻ കിട്ടണമെങ്കിൽ, ശ്രദ്ധിക്കണമേ, മീൻ കിട്ടണമെങ്കിൽ എപ്പോഴാണ് കിട്ടേണ്ടത്? രാത്രിയിലാണ് മീൻ കിട്ടേണ്ടത്. പകൽ ഈ മീൻപിടുത്തത്തിനുള്ള സമയമല്ല, ഞങ്ങൾക്കൊന്നും കിട്ടത്തില്ല. എന്നാൽ പിന്നീട് നാം വായിക്കുന്നത്, കർത്താവിന്റെ വാക്കനുസരിച്ചപ്പോൾ ഒരു പടക് മാത്രമല്ല, 2 പടക് നിറയെ, സ്തോത്രം, അതേ പത്രോസിന്റെ പടകുകൾ കർത്താവ് നിറപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തന്റെ ജീവിതമാകുന്ന പടക് വിട്ടുകൊടുത്തപ്പോൾ തന്റെ ഭൗതിക കാര്യങ്ങളിലും കർത്താവ് ശ്രദ്ധാലുവായിരുന്നു.
എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഈ വലിയ പെരുത്ത മീൻകൂട്ടം പത്രോസിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ, 2 പടക് നിറയെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, പത്രോസ് ഒക്കെ പറയാമായിരുന്നു, കർത്താവേ നന്ദി, ഇത്രയും വലിയ ഒരു മീൻപിടുത്തം എനിക്ക് ഉണ്ടായല്ലോ, 2 പടക് നിറച്ചു കഴിഞ്ഞല്ലോ. ഒരുപക്ഷെ അടുത്ത ആഴ്ചയിലെ സാക്ഷ്യത്തിന്റെ വാക്കുകളും അതായിരുന്നു. എന്താണ്? എൻ്റെ ഒരു പടക് ഞാൻ വിട്ടുകൊടുത്തപ്പോൾ കർത്താവ് എൻ്റെ 2 പടക് നിറച്ച് എന്നെ ഭൗതികമായി അനുഗ്രഹിച്ചു എന്ന് നമുക്ക് പത്രോസിന്റെ സ്ഥാനത്ത് നമ്മളും ഒക്കെ ആയിരുന്നുവെങ്കിൽ അങ്ങനെ സാക്ഷ്യം പറയുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സാക്ഷ്യമല്ല പത്രോസിൽ കൂടി നാം ഇവിടെ കാണുന്നത്. പത്രോസ് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞാന് പാപിയായ ഒരു മനുഷ്യനാണ്, എന്നെ വിട്ട് പോകണമേ എന്ന് പറഞ്ഞു. സ്തോത്രം. അതെ, പത്രോസ് യേശുവിൽ കണ്ടത് പടക് നിറയ്ക്കുന്ന ഒരു യേശുവായിട്ടല്ല, പിന്നെയും രക്ഷകനായ ഒരു രക്ഷകനെയാണ് പത്രോസ് യേശുവിൽ ദർശിപ്പാനായിട്ടിടയായി തീർന്നത്. എന്റെ പാപങ്ങളെ മോചിക്കുവാൻ, എനിക്ക് നിത്യത കൈവരിക്കുവാൻ എന്നെ സഹായിക്കുന്ന ഒരു വ്യക്തി അത് യേശുവാണ് എന്ന ബോധ്യമാണ് ഭൗതിക തലത്തിൽ നിന്നും ഭൗതികാതീതമായ തലത്തിലേക്ക് പത്രോസിന്റെ കണ്ണെത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ ധ്യാനത്തിന് ഞാൻ കൊടുക്കുന്നതായ തലക്കെട്ട് എന്നുള്ളത്, അതിന്റെ ഹെഡ്ലൈൻ ടൈറ്റിൽ എന്നുള്ളത്, ഫ്രം ദ ഫിസിക്കൽ ലെവൽ ടു ദി മെറ്റഫിസിക്കൽ ലെവൽ. ഭൗതിക തലത്തിൽ നിന്നും ഭൗതികാതീതമായ തലത്തിലേക്ക് പത്രോസിന്റെ കണ്ണെത്തി ഒരു രക്ഷകനെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ഈ ഭൗതിക അതീതമായ തലം? ഫ്രം ദ ഫിസിക്കൽ ലെവൽ ടു ദ മെറ്റഫിസിക്കൽ ലെവൽ, ഭൗതിക അതീതമായ തലം. ആ തലത്തിനൊരു പേരുണ്ട്. ആ തലത്തിന്റെ പേരാണ് ആത്മീക തലം എന്ന് പറയും. ഭൗതികത്തിന് മീതെയുള്ളതാണ് സ്തോത്രം. എന്താണ് ഭൗതികം? ഇവിടെ 2 പടക് നിറച്ചു കൊടുക്കുവാനായിട്ടിടയായത് അത് യേശുവിന്റെ നീതിയാണ്. സ്തോത്രം. കർത്താവിന്റെ നീതിയാണ്. കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയ ദൈവത്തിന്റെ മക്കളുടെ ഭൗതിക ആവശ്യങ്ങൾ ഒക്കെ കർത്താവ് നിറവേറ്റും. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് നൽകിത്തരും. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ. എപ്പോഴും നാം ഓർക്കണം, ഈ ഭൗതിക നന്മകൾ ദൈവത്തിന്റെ നീതിയാണ്. ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയത് കൊണ്ട്, കർത്താവിന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട്, സ്തോത്രം, കർത്താവിന്റെ വാക്ക് കേട്ട് പടക കർത്താവിന് കൊടുത്തത് കൊണ്ട്, വല ഇറക്കിയത് കൊണ്ട്, ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടൊക്കെ കർത്താവിന്റെ നീതിയാണ്. അത് കൂട്ടുകാരിൽ പരമായി നടത്തുവാനും ദൈവം വിശ്വസ്തനാണ്. 33-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നതായ വാക്യം, സ്തോത്രം, ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ ഭക്തർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചിരിക്കുന്ന നന്മ എത്ര വലിയതായിരുന്നു. സ്തോത്രം. പത്രോസ് പടക് വിട്ടുകൊടുത്തപ്പോൾ പത്രോസിന് വേണ്ടി സംഗ്രഹിച്ച നന്മ ആ ഗലീല കടലിൽ 2 പടക് നിറയുള്ളതായ മീൻകൂട്ടമായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കണമേ, ഇന്ന് ഈ പത്രോസ് നമുക്കൊരു മാതൃകയാകട്ടെ. പത്രോസ് ആ ഭൗതികമായ തലത്തിൽ തന്റെ കണ്ണെത്താതെ ആത്മീക തലത്തിലേക്ക് തന്റെ കണ്ണെത്തി രക്ഷകനായ യേശുവിനെ പത്രോസ് അവിടെ ദർശിപ്പാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് മഹത്വം. നാം ഇന്നായിരിക്കുന്ന ലോകം, ആത്മീക ലോകം പോലും ഭൗതികത്തിൽ കണ്ണു നട്ട് ജീവിക്കുന്ന ഒരു കാലമാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തരായി ഇന്ന് കേട്ട വചനത്തിന്റെ മുൻപാകെ ഓരോ ദിവസവും നാം വചനം കേൾക്കുമ്പോൾ ഒരു ആത്മീയമായ കുറ്റബോധം, അനുതാപത്തോടെ യേശുവിനെ അഭിമുഖീകരിക്കുന്ന പത്രോസിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മജീഷ്യനായി യേശുവിനെ കാണാതെ യേശുവിനൊരു രക്ഷകനെ കണ്ടുമുട്ടുവാൻ പത്രോസിന് ഭാഗ്യം ലഭിച്ചു. ഭൗതികതയിൽ നിന്ന് ആത്മീകതയിലേക്ക്
നടന്നു നീങ്ങുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. നാം അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാലിലെത്തുള്ളൂ. ഭൗതികതയിൽ നിന്നും ആത്മീകതയിലേക്ക് നടന്നു നീങ്ങുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഈ പത്രോസിനെ കണ്ടപ്പോൾ യേശുവിന് മനസ്സിലായി, ഇവനെ എന്റെ വേലയ്ക്ക് കൊള്ളാമെന്ന്. എന്നിട്ട് വായിക്കുന്നത്, ഞാൻ നിങ്ങളെ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. 10-ാം വാക്യം. സ്തോത്രം. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ പടകുകളെ കരക്കടുപ്പിച്ചിട്ട് അടുത്തത് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ദൈവത്തിനും മകനും ഒരു വ്യക്തിയെ കർത്താവ് തിരഞ്ഞെടുക്കുന്നതിനുള്ള ദൈവത്തിന്റെ മാർഗമാണ് നമുക്ക് കാണുവാനായിട്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പത്രോസിനെ കുറിച്ച് ഒരു ട്രഡീഷൻ ഉള്ളത്, പത്രോസ് യേശുവിന് വേണ്ടി വലിയ പ്രവൃത്തി ചെയ്തു. ഒരു നിമിഷ നേരമൊക്കെ തൻ മനസ്സ് ഇടറിപ്പോയ സന്ദർഭം ഉണ്ടായി. അതെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. യേശുവിന്റെ ക്രൂശീകരണ വേള. എന്നാൽ പിന്നത്തേതിൽ 120 പേരോടുകൂടെ ഇരുന്ന് പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷം ആള് മാറിയവനെ പോലെ. സ്തോത്രം. യേശുവിനെ ക്രൂശിച്ച പടയാളികൾ, മഹാപുരോഹിതന്മാർ, ഇവരുടെ എല്ലാം മുൻപിൽ നിന്ന് ധൈര്യസമേതം വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമെന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ശുശ്രൂഷയിൽ മുന്നേറിയ പത്രോസിന്റെ ശുശ്രൂഷയെ കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകങ്ങൾ ആദ്യ അധ്യായം നാം വായിക്കുന്നു. ആ ഭാഗങ്ങൾ ഞാൻ നിൽക്കുന്നില്ല. പൗലോസിന്റെ ശുശ്രൂഷയുടെ അന്ത്യത്തിൽ അങ്ങ് റോമിൽ എത്തിച്ചേർന്നു. പൗലോസിന്റെ ശുശ്രൂഷയെ കുറിച്ചൊക്കെ അന്ന് റോമൻ ചക്രവർത്തി കൈസർ ശ്രദ്ധയോടെ കണ്ടുകൊണ്ടിരുന്നു. അനേകർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അനേകർ യേശുവിനെ കർത്താവെന്ന് അവരുടെ നാവ് കൊണ്ട് ഏറ്റുപറയുന്നു. കൈസറിനെ കർത്താവെന്ന് പറയേണ്ട നാവുകൾ യേശുവിനെ കർത്താവെന്ന് വിളിച്ചു പറയുന്നു. ഇതൊക്കെ കൈസറിന് സഹിക്കാൻ വയ്യായി. ഇതൊക്കെ പത്രോസിന്റെ ശുശ്രൂഷ മൂലം സാധ്യമാകുന്നു എന്ന് ബോധ്യമായപ്പോൾ ഒരു ദിവസം പത്രോസിന്റെ അടുക്കൽ ഒരു പടയാളിയെ കൈസർ അയച്ചിട്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, സ്തോത്രം, നിന്നെ വധശിക്ഷയ്ക്ക് ഞാൻ വിധിച്ചിരിക്കുന്നു. എന്നാൽ ഒഴിവാകുവാൻ നിനക്ക് ഒരു മാർഗമുണ്ട്. യേശു കർത്താവല്ല എന്ന് നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞാല് നീ ഗലീലയിൽ മടങ്ങിച്ചെന്ന്, ഗലീലക്കാരനാണല്ലോ, മടങ്ങിച്ചെന്ന് നിന്റെ കുടുംബത്തോടൊപ്പം നിനക്ക് സന്തോഷമായി അവിടെ ജീവിക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. ഏറെക്കുറെയൊക്കെ പത്രോസിന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു താല്പര്യം വന്നപ്പോൾ പത്രോസ് വസിച്ച ആ മുറിക്കുള്ളിൽ കർത്താവ് ഇറങ്ങിച്ചെന്നു. എബ്രായ ലേഖനം 6-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങളിൽ നാം ഒരു ശകലം വായിക്കുന്നു. ഒരുവൻ പിന്മാറിപ്പോയാൽ അവർ വീണ്ടും യേശുവിനെ ക്രൂശിക്കുന്നവരാകും. പത്രോസിനോട് യേശു പറഞ്ഞു, നീ അങ്ങനെ ചെയ്താൽ ഞാൻ വീണ്ടും യെരൂശലേമിൽ വരണം, ഒരു പ്രാവശ്യം കൂടി ഞാൻ ക്രൂശിക്കപ്പെടാം. ഇത് കേട്ടപ്പോൾ പത്രോസിന്റെ ഹൃദയം തകർന്നു. പത്രോസ് പറഞ്ഞു, പടയാളിയോട് പറഞ്ഞു, നീ പോയി കൈസരോട് പറയണം, എന്റെ യേശുവിനെ, എന്റെ അരുമനാഥനെ ക്രൂശിച്ചതുപോലെയല്ല, എന്നെ തലകീഴായി ക്രൂശിക്കണം. എന്റെ യേശുവിന്റെ പാദം ചുംബിച്ചുകൊണ്ട് എനിക്ക് ആ നിത്യത പ്രാപിപ്പാനായിട്ട് ഇടയായി. അങ്ങനെ കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആ ഭക്തന്റെ ജീവിതം എത്ര ശോഭനമായിരുന്നു. എത്രയോ നാവുകൾ കൈസർ കർത്താവെന്ന് പറയേണ്ട ഇടത്ത് നിന്ന് തിരുത്തി യേശു കർത്താവെന്ന് ഏറ്റുപറയുവാൻ ഇടയായി. ഈ ദൂത് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മെ വിട്ട് നിത്യതയിലേക്ക് വാങ്ങിപ്പോയ 1000 വിശുദ്ധന്മാർ, അവരൊക്കെ ഈ സുവിശേഷത്തിന് സാക്ഷികളായി തീർന്നവരാണ്. യേശു കർത്താവ് എന്നവരുടെ നാവ് കൊണ്ട് ഏറ്റുപറഞ്ഞവരാണ്. അവരുടെ ആയുസ്, അവരുടെ ആരോഗ്യം, അവരുടെ വിദ്യാഭ്യാസം, കഴിവെല്ലാം യേശുവിനായി സമർപ്പിച്ചവരാണ്. 1945 നവംബർ മാസം 30-ാം തീയതി നമ്മുടെ കൊച്ചി കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് സുവിശേഷ വേല ചെയ്ത് 62-ാമത്തെ വയസ്സിൽ നിത്യതയിൽ പ്രവേശിച്ച ഒരു ദൈവഭക്തനുണ്ടായിരുന്നു. ചെങ്ങന്നൂരിനടുത്ത് ളാഹയിൽ മുത്തമ്പാക്കൽ കൊച്ചുഞ്ഞു ദേശി. തന്റെ അവസാന നാളിൽ എഴുതിയതായ ഒരു പാട്ടിന്റെ ശകലമാണ്
എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. യേശു മാത്രം തന്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വേച്ചി എന്നേക്കും തന്നിൽ പ്രേമമായി. തന്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വേച്ചി എന്നേക്കും തന്നിൽ പ്രേമമായി. തന്റെ വേല ചെയ്തു കൊണ്ടും എന്റെ ക്രൂശു ചുമന്നിട്ടും. തന്റെ വേല ചെയ്തു കൊണ്ടും എന്റെ ക്രൂശു ചുമന്നിട്ടും. പ്രാണപ്രിയൻ സേവയിലൻ നായുസെല്ലാം കഴിച്ചിടും. പ്രാണപ്രിയൻ സേവയിലൻ നായുസെല്ലാം കഴിച്ചിടും. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. യേശു മാത്രം സമ്പത്താകുന്നു. നമ്മുടെ സമ്പത്ത് ഒന്നുമല്ല, പടക നിറയുള്ളതായ മീനുകളല്ല. നമ്മുടെ സമ്പത്ത് യേശു മാത്രമാണ്. നമ്മെ പരമേൽപ്പിച്ച ആ നിയോഗം അവസാനത്തോടും അവസാന ശ്വാസം വരെ സ്തോത്രം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്നുള്ള വിളിക്കോഹരക്കാരായി തീരുവാൻ പത്രോസ് സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ചു. കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ വിവിധ നിരകളിൽ വ്യാപൃതരാകുവാൻ ഈ തലമുറയിൽ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തല്ലോ. നമ്മെ അറിയുന്ന കർത്താവ് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞ് കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മെ സഹായിച്ച കർത്താവ് ഇന്നും നമുക്കായി ജീവിക്കും. എന്നാൽ ലഭിക്കുന്ന ഭൗതിക നന്മകളിൽ നമ്മുടെ കണ്ണുകൾ ഉടക്കിപ്പോകാതെ അതിന് മീതെ ആത്മീയതയിൽ കൂടി നടന്ന് യേശുവിലുള്ള രക്ഷ നാം പ്രാപിച്ചു. അത് അനേകർക്ക് പങ്കുവയ്ക്കുവാൻ നമ്മുടെ ജീവിതം മുഖാന്തരമാകട്ടെ. ഇന്നത്തെ വചന കേൾവി നമുക്ക് അനുഗ്രഹമാകട്ടെ. നമ്മെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട് ദൈവവചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ആ പ്രസംഗം വീണ്ടും ആവർത്തിച്ച് പറയേണ്ടെന്ന ആവശ്യമില്ല. നാം എല്ലാ പ്രസംഗം കേട്ടു. നാം കേട്ട വചനം നമുക്ക് ഏറ്റെടുക്കാം. നാം ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുമ്പോൾ നമ്മുടെ പടകിൽ കയറുന്ന ഒരു ദൈവം, നമ്മുടെ സമീപത്ത് വരുന്ന ഒരു ദൈവം, നമ്മെ സഹായിക്കുന്നവൻ, നമ്മെ രക്ഷിക്കുന്നവൻ, നമ്മെ ശക്തീകരിക്കുന്നവൻ, ബലപ്പെടുത്തും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദൂതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ആരാധനയിൽ നിന്ന് നമുക്ക് കടന്നു പോകുന്നതിന് മുൻപ് ദൈവസന്നിധി സമർപ്പിച്ച്, കർത്താവേ, എൻ്റെ ജീവിതത്തെ ഒരു പ്രാവശ്യം പരിശോധന ചെയ്യണമേ. എനിക്ക് കുറവുകളുണ്ടെങ്കിൽ, എനിക്ക് ബലഹീനതകളുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ഹിതപ്രകാരം ഞാൻ ആയിരിക്കുന്നില്ലെങ്കിൽ, കർത്താവിൻ്റെ ആ പ്രത്യേകമായ കൃപയ്ക്കുള്ളിലേക്ക് ഒരു പ്രാവശ്യം കൂടി നമ്മൾ പ്രവേശിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വേല നമുക്ക് വിശ്വസ്തയോടുകൂടി ചെയ്യുവാൻ ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. പ്രിയ ചായൻ പ്രാർത്ഥിക്കും. അതിനുശേഷം നമുക്ക് കടന്നു പോകാം. പ്രാർത്ഥിക്കാനെ പാടുവാൻ കർത്താവേ കൂടുതലായി കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞങ്ങൾ തന്നതിനെ കർത്താവെ കൊടുക്കാട്ടെ പൂർവ്വം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ നന്ദിയുടെ ചോദ്യം അപ്പത്തിനുള്ളിലേക്ക് കർത്താവെ പല വിഷയങ്ങൾ കർത്താവെ പ്രാർത്ഥന വിഷയങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടല്ലോ. അതിൽ കർത്താവെ ശ്രദ്ധ വിചരിക്കാൻ നന്ദിയോടെ സ്വോത്രം.
മാതാവിന്റെ യുദ്ധമീനെ കർത്താവ് അനുഗ്രഹിക്കണേ. Hallelujah. കർത്താവെ കണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടെ മാതാവിനോട് പിതാവിനോട് കർത്താവ് സംസാരിച്ചു. നാളെ കർത്താവെ മീറ്റിംഗ് വേണ്ടി കർത്താവെ അവളോട് കർത്താവെ അവിടെ അയക്കുവാൻ കർത്താവ് അവരുടെ സംസാരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോഷിന് വേണ്ടി പ്രയാസങ്ങളും മാറ്റി അവന് വീണ്ടും കർത്താവ് ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിക്കണേ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശശിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ ഇനി വേണ്ടിത്താനും സാന്നിധ്യം അവിജയ്ക്ക് വേണ്ടി പ്രാർത്ഥന കർത്താവെ കർത്താവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവെ എല്ലാവരും ചേർക്കാൻ കർത്താവെ അവിടെ സ്ത്രീ എന്ന കർത്താവ് അറിഞ്ഞിരിക്കാതെ തന്നെ സ്തോത്രം ശരീരത്തിലൂടെ സുഖാരോഗ്യം നൽകണേ. കർത്താവെ കർത്താവെ സുഖമായവരുടെ ദൈവം കൊടുക്കണമേ എന്നെ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടെ കൊണ്ടുവന്ന ഈ സ്തോത്രം കർത്താവെ എന്നോട് ചുറ്റുപാടുള്ള അയൽവാസികളെല്ലാം അനുഗ്രഹിക്കണേ പ്രാർത്ഥന എല്ലാവരോടും സൗഖ്യമാകണേ. മാതൃരാജ്യം ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നന്മ യാത്രയിലെ രാജ്യത്തെ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ സഭയെ ആത്മാലയ കർത്താവയോട് പെരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണയുടെ പ്രദേശത്ത് ചുറ്റുപാടും കർത്താവ് ആത്മകളെ സഭയെ കൂട്ടുന്നു. നാളെ അക്ഷരയിലേക്ക് പ്രാർത്ഥിക്കുന്നു. യാത്രയെല്ലാം കൊണ്ട് അവിടേക്ക് വൃദ്ധാപികളുടെ സൂക്ഷ്മ കേൾക്കുന്ന കർത്താവെ രണ്ട് ദാസന്മാരും കർത്താവെ സഭയിൽ കർത്താവെ സൂക്ഷിക്കാൻ നന്ദഭാഗ്യത്തിനായ കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണേ. മക്കളെയും മരുമക്കളെയും കൊച്ചുപിള്ളേരെല്ലാം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച ഞങ്ങൾക്ക് ആളോട് ഭർത്താവ് മറച്ചുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ യാചനയെ കേട്ടതിൻ്റെ സ്തോത്രം യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് മുൻപ് I'm just going to pray for Pavina. I was informed that she has temperature. ദൈവത്തിൻ്റെ കൃപ പ്രിയ പൈതലിനെ ഇപ്പോൾ തന്നെ പൂർണ്ണമായ ഒരു വിടുതലിലേക്ക് നയിക്കുന്നതിന് സഭയായി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കർത്താവിന് നമ്മോട് കരുണ തോന്നുവാൻ, പ്രിയ മകളോട് കരുണ തോന്നുവാൻ, ദൈവത്തിന്റെ സൗഖ്യം നൽകുന്ന കരം പ്രിയ പൈതലിനെ സ്പർശിക്കുവാൻ അത്ഭുതകരമായ ഒരു വിടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ മോമെന്റിൽ തന്നെ ദൈവം പ്രവർത്തിക്കുന്ന ഒരു നിമിഷമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയ പിതാവേ, ഞങ്ങൾ പ്രിയ പവിന മോളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ കുറഞ്ഞ മാസങ്ങളായി ഞങ്ങൾ പ്രിയ പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, അവിടുത്തെ കൃപ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ പ്രിയ പൈതലിനെ തൊടുവാൻ, സ്പർശിക്കുവാൻ, അവിടുത്തെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം തന്നെ സ്പർശിക്കണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നതിനാൽ ഹല്ലേലൂയ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് അവിടുത്തെ വചനത്തിൽ ഉള്ളത് കൊണ്ട് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് സഭയായി കർത്താവിന്റെ അത്ഭുത ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ ആ രക്തത്താൽ ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ ആ കരം തന്നെ സ്പർശിച്ച് പൈതലിനെ അവിടുന്ന് തൊട്ട് അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ. ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ടെമ്പറേച്ചർ പൂർണ്ണമായി മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞങ്ങൾ ആ ടെമ്പറേച്ചറിന് മീതെ വിജയമെടുക്കുന്ന കർത്താവേ. ഓ ഹല്ലേലൂയ. പൂർണ്ണമായ ആരോഗ്യം പ്രാപിച്ച് ആ പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാൻ പൈതലിനെ സഹായിക്കണം. വരുന്ന ടെസ്റ്റ് ഒക്കെയും വളരെ നന്നായിരിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പൈതലിന്റെ വിഷയങ്ങൾ മാതാപിതാക്കളെ അലട്ടുന്നുണ്ടല്ലോ കർത്താവേ. അവരുടെ മനസ്സിനെയും കർത്താവ് സമാധാനം കൊടുക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ മീതെ ദൈവം പ്രവർത്തിക്കുന്നത് കാണുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്നു. ഇന്ന് ഇതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ വിഷയത്തിന് മീതെ അത്ഭുതം പ്രവർത്തിക്കുന്ന കാണുവാൻ ദൈവം സഹായിക്കുന്നത് കൊണ്ട്, പ്രാർത്ഥന കേട്ടത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രിയ ആത്മനെ, റേമെ, പ്രിയ പൈതലിനെ, പ്രിയ മാതാവിനെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ഒരുമിച്ച് ആരാധിക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ട് സ്തോത്രം.
പ്രിയ മക്കളുടെ എല്ലാ ആവശ്യങ്ങളിലും അവരുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും കർത്താവ് കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമേ. അവരുടെ ആഗ്രഹങ്ങളെ സ്വർഗം മാനിക്കണമേ. ദൈവം സകലവും സാധ്യമാക്കണമേ. കർത്താവെ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്നു. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവോട് കേൾക്കുമാറാകണമേ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാൻ യഹോവയെ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നമ്മോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും കൂടെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.